നമസ്തേ മാഷ്. നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന മികച്ച അവസരങ്ങളെ തള്ളിക്കളയാതെ അത് കൃത്യമായി ഉപയോഗിക്കുന്നതിലാണ് നമ്മൾ മിടുക്ക് കാണിക്കേണ്ടതെന്ന് പൊതുവെ പറയാറുണ്ട്. തിരഞ്ഞെടുക്കുന്നതിലുള്ള മിടുക്ക്, അവസരങ്ങളെ ഉപയോഗിക്കുന്നതിൽ ഉള്ള മിടുക്ക്. ഇതിപ്പോൾ പറയാൻ കാരണം, ഒരിക്കൽ നമുക്ക് ലഭിച്ചിരുന്ന ഒരവസരം, നെഹ്റുവിൻ്റെ കാലത്ത് ലഭിച്ചിരുന്ന ഒരു അവസരമായിരുന്നു UN സ്ഥിരാംഗത്വം എന്നത്. രക്ഷാസമിതിയിൽ UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം വന്നത്. പക്ഷേ അന്നത് നമ്മൾ സ്വീകരിച്ചില്ല. അന്നത് എന്തുകൊണ്ടെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വളരെ പ്രസക്തമായ ആ ചോദ്യം വീണ്ടും UN രക്ഷാസമിതിയിൽ, UN പൊതുസഭയിൽ ഉയർന്നിരിക്കുകയാണ്. ആ ശബ്ദം ഉയർത്തിയത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവാണ്. ഇന്ത്യക്ക് വേണ്ടി ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദം എന്നാണ് ഇന്ത്യയെക്കുറിച്ച് ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം വേണം എന്നാവശ്യപ്പെടുന്നു. ചൈനയും റഷ്യയും അതിനെ പിന്താങ്ങുന്നു. ഒപ്പം ബ്രസീലിനും അത് ആവശ്യമുണ്ടെന്ന് പറയുന്നു. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശക്തമായ രാജ്യം വരുമ്പോൾ അതിൻ്റെ ഒരു കൈയടിക്കേണ്ട ഒരു സ്ഥിതിയാണ് നമ്മളുള്ളത്, അവസരമാണ് നമുക്കുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു അസുലഭ നിമിഷത്തിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു വൈപരീത്യം എന്ന് പറയുന്നത്, നമ്മളൊരു പക്ഷേ പണ്ട് ഈ യുഎന്നിൽ രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, UN സ്ഥിരാംഗത്വം നമുക്ക് കിട്ടിയ കാലത്ത് ഒരു ഏകധ്രുവ ലോകം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഒരു വമ്പിച്ച ആധിപത്യം UN ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമേരിക്കയുടെ ഒരു നോമിനിയായിട്ട് UN രക്ഷാസമിതിയിൽ വരുന്നതിനേക്കാൾ നല്ലത്. മാത്രമല്ല അതിനൊരു ആഗോള കാരണം ഉണ്ടായിരുന്നു. അന്ന് ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടായി നിൽക്കുന്ന രണ്ടാം ലോകമായതിന് ഇരു ധ്രുവങ്ങളിലാണ്. അന്ന് ആപൽ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കുറെ കൂടി ചേർന്ന് നിന്നത് USSRനോടാണ്, റഷ്യയോടാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ആഗോള തീരുമാനത്തിൻ്റെയോ നിർദ്ദേശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം. എന്തായാലും അന്നത്തെ ലോകം മാറിയിരിക്കുന്നു, പോളിസി മാറ്ററാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചിത്രം അതല്ല. പിന്നെയും അവസരങ്ങൾ വന്നു, പലപ്പോഴും നമ്മൾ അത് തള്ളിക്കളയോ അല്ലെ ഉപയോഗിക്കാതെയോ പോയി. ഇപ്പോഴത്തെ ലോകം അതല്ല. ഇപ്പോൾ UN എന്ന ഒന്ന് തന്നെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ വേണം, രക്ഷാസമിതിയിൽ, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ വേണം എന്ന് ഇന്ത്യക്കും ബോധ്യമുണ്ട്, ലോകത്തിനും ബോധ്യമുണ്ട്. ലാവ്റോവ് പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് 80 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം നവീകരിക്കാതെ ആ പഴയ പ്രമാണങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നു. എത്ര ശരിയാണ് സാർ അത്. 45-ലെ ലോകം മാറിയില്ലേ? എന്തുമാത്രം മാറി? 45-ലെ വമ്പന്മാരെവിടെ? ലോകം മാറിയല്ലോ. അപ്പോൾ 45-ലെ വമ്പന്മാരുണ്ടാക്കിയ ഒരു സമിതിയിൽ 5 പേര് കയറി ഇരുന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ 204 രാജ്യങ്ങളുണ്ട് ലോകത്ത് ആൾപ്പാർപ്പുള്ളത്. അതിൽ 193 മറ്റോ അംഗത്വമുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ. ഈ 193 പേരും എന്ത് തീരുമാനിച്ചാലും അന്തിമമായി അത് നടപ്പാക്കണോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ 5 പേരാണ്. ആ 5 പേര് ചിലർക്കാരല്ല, അന്നും ഇന്നും അവർ വമ്പന്മാർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒന്നാമൻ അമേരിക്കയാണ്, 2 UK ആണ്, പിന്നെ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും അതിലുണ്ട്, പിന്നെ യൂറോപ്പിൽ നിന്നുള്ള ഫ്രാൻസും ഉണ്ട്. ഈ 5 രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്നിപ്പോൾ മാറിയില്ലേ? അത് തീരുമാനിച്ച ലോകം മാറിയില്ല. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇന്നിപ്പോൾ ഈ വമ്പന്മാരിൽ ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിൽ ഇരുന്നു കൊണ്ട് സ്ഥിരാംഗത്വമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ഇന്ന് അമേരിക്കയേക്കാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്ന റഷ്യ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നു. ചൈന തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ സാഹചര്യത്തിൽ ഫ്രാൻസ് പോലും നമുക്ക് വേണ്ടി പറയാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. ആ ബന്ധത്തിനനുസരിച്ച്. മാത്രമല്ല അതിൻ്റെ കാരണം, പിന്നെ UK-യും എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ കണക്ഷൻസ് ഒക്കെ അനുസരിച്ച് UK-യും പ്രത്യക്ഷമായി ഇപ്പോൾ UK നമ്മളുടെ വ്യാപാര കരാറിന് തുറന്നുള്ള ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സ് മാറാനാണ് സാധ്യത. അമേരിക്ക ഒഴികെ മറ്റു രാജ്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ഇന്ത്യയെ സെക്യൂരിറ്റി കൗൺസിലിൽ വരുന്നതിനെതിരാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ എന്താണ് ദ സ്ട്രോങ്ങസ്റ്റ് വോയിസ് ഓഫ് സൗത്ത് ഏഷ്യ, എന്താണ് ഗ്ലോബൽ സൗത്ത് എന്ന് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് അവിടെ ഐക്യരാഷ്ട്രസഭയിൽ. ആരാ പറയുന്നത്? ഇന്ത്യൻ അംബാസിഡർ അല്ല, റഷ്യയുടെ പ്രതിനിധിയല്ല, റഷ്യയുടെ വിദേശകാര്യമന്ത്രി ചെന്നിട്ട് പറയുകയാണ് ലോകത്തിന്റെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇന്ത്യ, അവരില്ലാതെ എന്ത് UN ആണ്, നമ്മൾ പറയും എന്ത് കോപ്പാണെന്ന് ചോദിക്കുന്നത്. അതുപോലെയാണ്, അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വലിയ നേട്ടമാണ്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എണ്ണ ഇറക്കുമതിയെ കുറിച്ചുള്ള പരാമർശങ്ങളും അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിച്ചു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി, അതാണ് ഇന്ത്യ, അത് അദ്ദേഹം പറയേണ്ടത് തന്നെയാണല്ലോ. ഞങ്ങളും ഇന്ത്യയും തമ്മിൽ എണ്ണ
വാങ്ങണോ കൊടുക്കണോ എന്ന് തീരുമാനിക്കാൻ അമേരിക്ക ആര്? അതെ, റഷ്യയുടെ വിദേശകാര്യമന്ത്രിയാണ് പറയുന്നത് ഞങ്ങൾ വിൽക്കും, ഇന്ത്യ വാങ്ങും, നീ ആരാടാ ചോദിക്കാൻ? ആ ബന്ധം ദൃഢമാണെന്ന് അദ്ദേഹം അത്ര കൃത്യമാണ്. ആ രണ്ടാമത്തെ കാര്യം വേറെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ ഞങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടോ? ഈ ഡിസംബറിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്, ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. അപാരമായ വെല്ലുവിളിയാണ് അതിൽ. പക്ഷേ ഈ പലപ്പോഴും നമ്മളെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പുടിൻ എന്നാണോ പുച്ചിൻ എന്നാണോ? പുച്ചിൻ എന്നാണ്. അതെന്താ വെച്ചാൽ അത് റഷ്യയിൽ എൻ്റെ പല സുഹൃത്തുക്കളും എനിക്ക് കമന്റ് അയച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഇന്ത്യൻ മാധ്യമങ്ങൾ മുഴുവൻ തെറ്റിക്കുകയാണ്. പുടിൻ എന്നാണ് പറയുന്നത്. പുടിൻ എന്നാണ്. ടകാരം ഈ റഷ്യൻ ഭാഷയിലില്ല, പുച്ചിനാണ്. അവർ ടീ എന്ന് എഴുതിയ, നമ്മൾ ടീ എന്ന് കാണുന്നത് അവർ ചാന്നാ വായിക്കും, പുച്ചിന്. അതുപോലെ ഈ യകാരമില്ല, നമ്മുടെ യാ എന്നുള്ള അക്ഷരം വൈ, ഇംഗ്ലീഷിലെ വൈ ഉണ്ടല്ലോ, അവർക്കില്ല. നമ്മൾ വൈ എന്ന് കണ്ടാൽ അവർ വായിക്കുന്നത് ഊ ആണ്. ഉക്രൈനാണ്. അതുകൊണ്ട് പുച്ചിനേ ഉള്ളൂ, ഉക്രൈനേ ഉള്ളൂ. സാർ ചോദിച്ചോണ്ട് ഞാൻ പറയാം. അപ്പൊ അത് നമ്മുടെ മാധ്യമങ്ങൾ തിരുത്തേണ്ടതാണ്. ഇപ്പോഴും തിരുത്തിയിട്ടില്ല, പ്രിന്റ് മീഡിയയും തിരുത്തുന്നില്ല, വിഷ്വൽ മീഡിയ. ആരോ കമന്റ് 2-3 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, മാഷ തിരുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാഷോട് അത് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലല്ല, ഇതാണ് ശരി. എന്തായാലും യഥാർത്ഥത്തിൽ ആ പുച്ചിൻ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതാ ഡിസംബറിൽ വരുന്നു. ചെറിയ മാറ്റമല്ല, ചെറിയ മാറ്റമല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കാത്തിരുന്നോ, ഞങ്ങൾ ലോകത്തെ മാറ്റും എന്നുകൂടിയാണത്. വലിയ ആഘോഷമാണ്. അതെ, ഗംഭീരമായ ആഘോഷമാണ്. അതുകൊണ്ട് ഈ സമയത്ത് എതിർക്കാൻ ആളുണ്ട് തീർച്ചയായിട്ടും. അതിന്റെ പിന്നിൽ അത് ആർക്കായിരിക്കും ഭീഷണി? എന്നാലും പുച്ചിന്റെ വരവിനെ ഒന്നും തടയാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രമല്ല, പുച്ചിൻ പറയേണ്ടതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞില്ലേ. ഷാങ്ഹായ് കൗൺസിൽ, കോപ്പറേഷൻ കൗൺസിലിൽ ഏറ്റവും കത്തി നിൽക്കുന്ന സമയമല്ലേ. താരിഫ് ഇഷ്യൂസ്, പീനൽ താരിഫ്, റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വെള്ളം കുടിപ്പിക്കാൻ അമേരിക്ക നടക്കുന്ന കാലമല്ലേ. തീർച്ചയായിട്ടും അന്ന് പറഞ്ഞല്ലോ, പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ പുച്ചിൻ അവിടെ പോയിട്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പുച്ചിൻ തന്നെയല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ വേണം പറയാൻ. കരുത്തൻ എന്ന് പറയുന്നതിന് ഒരു സ്ഥിരത. ഏറ്റവും വലിയ കരുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താ? നമുക്കൊരു സ്ഥിരത ഉണ്ടാകുക, പറഞ്ഞ അഭിപ്രായം പറയുക, അത് നടപ്പാക്കുക, വിട്ടുവീഴ്ചയില്ലാതെ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉക്രൈൻ വാർ. സാധനം നമുക്ക് ആ വാറിനോട് വിയോജിക്കാം, പക്ഷേ വാറുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ പോകും. അതിന് അവരുടെ ഡിമാൻഡ് ഇതാണ്, ക്രീമിയ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് വേണം. നിലപാട് ശക്തമാണ്. ഞാൻ പറയുന്ന ഒരാളുടെ കരുത്ത് തീരുമാനിക്കേണ്ടത് അങ്ങനെയാണ്. അതിനോട് നമുക്ക് വിയോജിക്കാം. വമ്പന്മാരാണെങ്കിൽ പോലും അങ്ങ് വമ്പനാണെന്ന് സമ്മതിച്ചുകൊണ്ട് നമുക്ക് വിയോജിക്കാമല്ലോ. അങ്ങനെ പറ്റുള്ളൂ. പുച്ചിൻ ലോകത്തിന്റെ ആദരവ് നേടുന്നുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നുണ്ട്, അഭിപ്രായ സ്ഥിരതയുണ്ട്. രാവിലെ പറഞ്ഞത് ഉച്ചക്ക് മാറ്റി പറയുന്ന ഡൊണാൾഡ് ട്രംപ് അല്ല. കൺസിസ്റ്റൻസി അത് പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ഇതുകൊണ്ട് ആ കൺസിസ്റ്റൻസിയും റഷ്യയുടെ കരുത്തും ഈ പുതിയ പോരാട്ടത്തിൽ ലാവ്റോവിന്റെ ഈ ഒരു ആവശ്യവും ഗ്ലോബൽ സൗത്ത് എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യുക ഇന്ത്യക്കാണ്. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഇന്ത്യ മാറട്ടെ. തീർച്ചയായിട്ടും മാറും. ഡിസംബറിൽ നമുക്ക് അതിന്റെ ബാക്കി കാണാൻ. പുച്ചിൻ വരട്ടെ, നമുക്ക് സ്വീകരിക്കാം. വെൽക്കം പുച്ചിൻ സാബ് എന്ന് നമുക്ക് നമ്മുടെ ഭാഷ പറയാം, നമുക്ക് സ്വീകരിക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.